വല്ലപ്പോഴും കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് പുറത്ത് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാനൊന്നും കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, വീട്ടിലിരുന്നിട്ട് തന്നെ ഓൺലൈൻ പർച്ചേസിങ്, അതാണ് ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം അല്ലേ. നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണല്ലോ മീഷോ. അപ്പോൾ മീഷോയിൽ കയറിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അഫോർഡബിൾ പ്രൈസിൽ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മീഷോയിൽ ഇങ്ങനെ കറങ്ങി നടക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഈടായിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മീഷോന്ന് മാത്രമാണോ പർച്ചേസ് ചെയ്യാൻ? അങ്ങനെയല്ല, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കയറി ഇറങ്ങി വരലുണ്ട്. പക്ഷേങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കുറഞ്ഞ വിലയിൽ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു സംതൃപ്തിയാണല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന കുറേ സംഭവം മീഷോയിൽ കാണലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോന്നൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. പണ്ടൊക്കെ മീഷോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് എന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സുകൾ കിട്ടും. റിവ്യൂ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ പ്രോഡക്ട്സ് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു വിരുന്നിൻ്റെ കാര്യം കൂടി ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലൊരു കുഞ്ഞു പാർട്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു.